വെൽക്കം ബാക്ക് ടു ജിനോ ടെക് വ്ലോഗ്സ്. എല്ലാ മച്ചന്മാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് 30K റേഞ്ചിൽ വരുന്ന ബെസ്റ്റ് ഫോണുകളാണ്. അത് ചുമ്മാ അങ്ങോട്ട് ഒരു ലിസ്റ്റ് പറയല്ല. നമ്മൾ ക്യാമറ വൈസ് നോക്കിയിട്ട് ഏതാണ് ബെസ്റ്റ് എന്ന് പറയും, പെർഫോമൻസ് വൈസ് നോക്കിയിട്ട് ഏതാണ് ബെസ്റ്റ് എന്ന് പറയും, ബാറ്ററി വൈസ് നോക്കിയിട്ട് ഏതാണ് ബെസ്റ്റ് എന്ന് പറയും. ഇതൊന്നും കൂടാണ്ട് എനിക്ക് കുറച്ച് നല്ല ഫോൺ എന്ന് തോന്നിയതൊക്കെ ഞാൻ നിങ്ങളുടെ മുന്നിൽ പറയും. ഒരുപാട് കാലമായി ഇതുപോലൊരു വീഡിയോ നിങ്ങളുടെ മുന്നിൽ ചെയ്യണം എന്ന് വിചാരിക്കുന്നു. പക്ഷേ ഈ ഒരു വീഡിയോ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ടാസ്ക്കാണ്. ഒരുപാട് ഫോണുകളെ പറ്റി റിസർച്ച് നടത്തണം, അതിലേതാണ് ബെസ്റ്റ് എന്ന് കണ്ടുപിടിക്കണം, എന്നിട്ട് വേണം അവതരിപ്പിക്കാനായിട്ട്. ബട്ട് ഫൈനലി ഞാനിത് അവതരിപ്പിക്കാനുള്ള ഒരു മെയിൻ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കമ്പനിക്കാർ നല്ല ഊള ചിപ്സെറ്റ്, നല്ല ഊള ക്യാമറ, നല്ല ഊള ബിൽഡ് ക്വാളിറ്റി ഒക്കെ ആയിട്ട് ഫോണിൽ ഇറക്കിയിട്ട് അതൊക്കെ അടിപൊളി ഫോണാണെന്ന് പറഞ്ഞിട്ട് പ്രൊമോഷൻ കുറേ ചെയ്യുന്നുണ്ട്. തൂക്കിയല്ലോ നാദാ. നിർഭാഗ്യവശാൽ അതിൽ ചില പ്രൊമോഷനിൽ ഞാനും ഒരാളായിട്ട് മാറാൻ ഇടയായിട്ടുണ്ട്. പക്ഷേ നമ്മൾ അതിൻ്റെ നെഗറ്റീവ്സ് എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട്. നമ്മൾ ഇങ്ങനെ പോസിറ്റീവ് സൈഡ്സ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ഇതിന് ഇങ്ങനെ വീക്ക് പോയിന്റ്സ് ഉണ്ടെന്നും പറയാറുണ്ട്. അതുകൊണ്ട് എനിക്ക് വലിയ റിഗ്രറ്റ്സ് ഒന്നുമില്ല, നിങ്ങളത് മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും നമ്മൾ അല്ലറ ചില്ലറ പ്രൊമോഷനൊക്കെ ചെയ്തു പോയാൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് ഇതിൻ്റെ സത്യാവസ്ഥ. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് തന്നെ നമ്മൾ നോക്കാൻ പോകുന്നത് അണ്ടർ 30K എന്ന് പറയാൻ പറ്റില്ല, 30 അല്ലെങ്കിൽ 32 റേഞ്ചിൽ വരുന്ന ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് ഉള്ള ഫോണുകൾ ഏതൊക്കെയാണ്. സോ നമ്മൾ ആദ്യത്തെ പെർഫോമൻസ് ഫോൺ നോക്കുമ്പോൾ നമുക്ക് പറയാനുള്ളത് പോക്കോയുടെ X8 Pro എന്ന് പറഞ്ഞിട്ടുള്ള ലേറ്റസ്റ്റ് ഫോണാണ്. ഇതിൽ വരുന്ന ചിപ്സെറ്റ് ഡയമൻസിറ്റിയുടെ 8500 അൾട്ര എന്ന് പറഞ്ഞിട്ടുള്ള ചിപ്സെറ്റാണ്. അത്യാവശ്യം നല്ല ഓൺ ടു സ്കോറുകൾ വരുന്നതുകൊണ്ട് തന്നെയാണ് ഇതിനെ ഈ ഒരു ബഡ്ജറ്റിൽ നല്ലൊരു പെർഫോമൻസ് ഫോൺ എന്ന് പറയാനുള്ള കാരണം. LPDDR5X റാമിൻ്റെ സപ്പോർട്ട്, UFS 4.1ൻ്റെ സപ്പോർട്ട്. ഇനി ബാക്കി കയറി നോക്കുകയാണെങ്കിൽ ബാറ്ററി 6500 mAh ബാറ്ററി വരുന്നുണ്ട്, 100 വാട്ടിൻ്റെ ചാർജിങ് സപ്പോർട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ 6.59 ഇഞ്ച് സൈസ് വരുന്ന 1.5K റെസൊല്യൂഷനുള്ള 120 Hz റിഫ്രഷ് റേറ്റുള്ള AMO LED ഡിസ്പ്ലേ ആണ് ഈ ഒരു ഫോണിൽ വന്നിരിക്കുന്നത്. 50 മെഗാപിക്സലിന്റെ മെയിൻ ക്യാമറ, 8 മെഗാപിക്സലിന്റെ അൾട്രാ വൈഡ്, 20 മെഗാപിക്സലിന്റെ ഫ്രണ്ട് ക്യാമറ ഉൾപ്പെടെയുള്ള ബാക്കി സെറ്റപ്പും വലിയ കുഴപ്പമില്ലാണ്ട് ബാലൻസ്ഡ് ആയിട്ട് വന്നിട്ടുള്ളത്. ബട്ട് പെർഫോമൻസ് ആണ് ഇതിൻ്റെ മെയിൻ. ക്യാമറ കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ഒരു ആവറേജ് പെർഫോമൻസ് ഉള്ളൂ, ബാറ്ററിയും കുഴപ്പമില്ല, അതുപോലെ തന്നെ പെർഫോമൻസ് കുഴപ്പമില്ല. സോ ഇത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്ന ഒരു ബെസ്റ്റ് പെർഫോമൻസ് ഫോണാണ്. ബട്ട് പോക്കോ എന്ന് പറയുന്ന ബ്രാൻഡിനെ ഇഷ്ടം ഇല്ലാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് മറ്റ് ചില മോഡൽസ് കൂടി ഞാൻ പറയാം. രണ്ടാമതായിട്ട് ഞാൻ പറയുന്നത് റിയൽമിയുടെ GT7T എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫോണാണ്. കുറച്ച് മുന്നിറങ്ങിയിട്ടുള്ള ഫോണാണ്. ബട്ട് ആ ഒരു ഫോണിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ പെർഫോമൻസ് അടിപൊളിയാണ്. സ്നാപ്ഡ്രാഗൺ അല്ല അതിൽ വരുന്നത്, ബട്ട് നമ്മുടെ ഡയമൻസിറ്റിയുടെ 8400 അൾട്ര എന്ന് പറഞ്ഞ ചിപ്സെറ്റാണ് വന്നിരുന്നത്. അത് അത്യാവശ്യം നല്ല പെർഫോമൻസ് ഉണ്ട്. UFS 4.0ൻ്റെ സപ്പോർട്ട് ഉണ്ട്, LPDDR5X റാമിൻ്റെ സപ്പോർട്ട് വരുന്നുണ്ട്, 7000 mAh ബാറ്ററിയുടെ സപ്പോർട്ട് വരുന്നുണ്ട്, 120 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങും വരുന്നുണ്ട്. സോ നേരത്തെ പറഞ്ഞ ഫോണിൽ അപേക്ഷിച്ച് നോക്കുമ്പോൾ പെർഫോമൻസ് കുറച്ച് കുറവാണെങ്കിലും ബാറ്ററിയും ചാർജിങ്ങും ഫാസ്റ്റ് ചാർജിങ്ങും കൂടുതൽ ഈ പറയുന്ന റിയൽമി GT7T തന്നെയാണ്. 6.8 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ ആണ് വരുന്നത്, 1.5K റെസൊല്യൂഷൻ ഡിസ്പ്ലേ കിട്ടുന്നുണ്ട്, 120 Hz റിഫ്രഷ് റേറ്റ് കിട്ടുന്നുണ്ട്, AMOLED ഡിസ്പ്ലേ ആണ്. ക്യാമറ സൈഡ് നോക്കുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 50 മെഗാപിക്സലിൻ്റെ മെയിൻ ക്യാമറ, 8 മെഗാപിക്സലിൻ്റെ അൾട്രാ വൈഡ്, അതുപോലെ തന്നെ 20 മെഗാപിക്സലിൻ്റെ സെൽഫി ആയിരുന്നു നേരത്തെ, ബട്ട് ഇതിൽ 32 മെഗാപിക്സലിൻ്റെ സെൽഫി ക്യാമറ ഇട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് സെക്കൻഡ് പെർഫോമൻസ് ഫോണായിട്ട് ചെക്കൗട്ട് ചെയ്യാവുന്ന ഒരു ഫോൺ തന്നെയാണ് റിയൽമിയുടെ GT7 സീരീസിലെ ഈ ഒരു ഫോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് കൂടാതെ നിങ്ങൾക്ക് ചെറിയ പ്രൈസ് കുറഞ്ഞിട്ടും കൂടിയിട്ടൊക്കെ ആയിട്ട് നിങ്ങൾക്ക് മറ്റ് ഫോണുകൾ ചെക്കൗട്ട് ചെയ്യാവുന്ന ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് നമ്മുടെ ഏറ്റവും ഓൾ ടൈം ഫേവറേറ്റ് ആയിട്ടുള്ള നിയോ 10R, നമ്മുടെ IQ Neo 10R കുറച്ച് പ്രൈസ് റേഞ്ച് കുറവിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്ന നല്ലൊരു ഫോൺ തന്നെയാണ്. പക്ഷേ അതിൽ നമ്മുടെ ഒറിജിനൽ OSൻ്റെ സപ്പോർട്ട് ചിലപ്പോൾ അപ്ഡേറ്റിൽ വരില്ല. അങ്ങനെയാണെങ്കിൽ ആ ഒരു പഴയ സോഫ്റ്റ്വെയറിൻ്റെ ഒരു ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റിൽ നമ്മൾ പോകേണ്ടി വരുന്നുള്ള പ്രശ്നം മാത്രമേ ഉള്ളൂ. ബാക്കി ബാറ്ററി നോക്കുകയാണെങ്കിലും പെർഫോമൻസ് നോക്കുകയാണെങ്കിലൊക്കെ നിങ്ങൾക്ക് ചെക്ക് ഔട്ട് ചെയ്യാവുന്ന ഒരു ഫോൺ തന്നെയാണ് നിയോ 10R എന്ന് പറയുന്നത്. അതുപോലെ തന്നെ IQൻ്റെ Neo 10 എന്ന് പറയുന്നത് ചിലപ്പോൾ 30 രൂപയ്ക്ക് കിട്ടിയില്ല എന്ന് വരും, ചിലപ്പോൾ ഒരു 35,000 രൂപയാവാൻ ചാൻസ് ഉണ്ട്. എന്നാലും ആ ഒരു പ്രൈസ് റേഞ്ചിൽ കുഴപ്പമില്ലാത്തൊരു ഫോൺ തന്നെയാണ്. സ്നാപ്ഡ്രാഗൻ്റെ 8 Gen 4 വരുന്ന ഫോണാണ്. അത്യാവശ്യം നല്ല ബാറ്ററി വരുന്നുണ്ട്, അത്യാവശ്യം നല്ല ഫാസ്റ്റ് ചാർജിങ് വരുന്നുണ്ട്, വലിയ കുഴപ്പമില്ലാത്ത ബിൽഡ് ക്വാളിറ്റി ഉണ്ട്. പക്ഷേ IP റേറ്റിംഗ് കുറവാണ്, അതുപോലെ തന്നെ ക്യാമറയും കുറച്ച് ഷോക്കാണ്. ഇതൊഴികെ ബാക്കി എല്ലാ കാര്യം ബിൽഡ് ക്വാളിറ്റിയും കുറച്ച് ഷോക്കാണ്. പക്ഷേ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്ന നല്ലൊരു പെർഫോമൻസ് ഫോണാണ് Neo 10 എന്ന് പറയുന്ന ഫോൺ. ഇതുകൂടാതെ നമ്മുടെ പെർഫോമൻസ് മാത്രമേ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഓപ്പോയുടെ K13 ടർബോ എന്ന് പറഞ്ഞിട്ടുള്ള ഫോൺ നിങ്ങൾക്കൊന്ന് ചെക്കൗട്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ പോക്കോയുടെ F7 നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്യാവുന്നതാണ്. ഇത് കറക്റ്റ് 30 റേഞ്ചിൽ വരാത്തതുകൊണ്ടാണ് ഞാൻ ഈ ഫോണുകൾ പറഞ്ഞത്. ഇതിൽ ഈ പറഞ്ഞ ഫോണുകളിൽ ഏതെടുത്താലും പെർഫോമൻസ് സൈഡ് ഓക്കെയാണ്, ബാറ്ററി സൈഡും ഒരുവിധം ഓക്കെ ആയിരിക്കും. കാരണം പെർഫോമൻസ് ഉള്ള ഫോണുകൾ എപ്പോഴും ബാറ്ററി എന്നിട്ട് വരാറുണ്ട്. പക്ഷേ ക്യാമറയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഈ പറഞ്ഞ ഫോണുകളൊന്നും ചൂസ് ചെയ്യാതിരിക്കുകയാണ് നല്ലത്. ഗൈസ്, നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ക്യാമറ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ചില ഫോണുകളാണ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ. ഓഫ് കോഴ്സ് നിങ്ങളെല്ലാവരും മനസ്സിൽ വിചാരിക്കുന്ന ഫോൺ തന്നെയാണ് ഞാൻ ആദ്യം പറയാൻ പോകുന്നത്. നമ്മുടെ നത്തിങ്ങിൻ്റെ 4A ആണ് ഈ ഇയർ ലോഞ്ച് ചെയ്തിട്ടുള്ള നല്ലൊരു ക്യാമറ ഫോണായിട്ട് എനിക്ക് പറയാനുള്ളത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 50 മെഗാ പിക്സലിൻ്റെ സാംസങ്ങിൻ്റെ ഒരു മെയിൻ സെൻസർ വരുന്നുണ്ട്,
50 മെഗാ പിക്സലിൻ്റെ ഒരു ടെലിഫോട്ടോ ലെൻസ് വരുന്നുണ്ട്. പിന്നെ 8 മെഗാ പിക്സൽ അൾട്രാ വൈഡ് ആണ്. അൾട്രാ വൈഡ് ഫോട്ടോഗ്രാഫിക്ക് വേണ്ടിയിട്ട് ഈ ഒരു ഫോൺ ഒരിക്കലും എടുക്കരുത്. നിങ്ങൾ അൾട്രാ വൈഡ് ഫോട്ടോഗ്രാഫി കുറച്ചെടുക്കുള്ളൂ. മെയിൻ ഫോട്ടോ ലെൻസ് വെച്ചിട്ടും ടെലിഫോട്ടോ വെച്ചിട്ടും നല്ല നല്ല ഫോട്ടോസ് എടുക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് ഒരു ഫോണാണത്. 32 മെഗാ പിക്സലിൻ്റെ ഫ്രണ്ട് ക്യാമറ വരുന്നുണ്ട്. അത്യാവശ്യം സെറ്റപ്പാണ്. ബട്ട് നമ്മുടെ നത്തിങ്ങിൻ്റെ ഒരു ചെറിയൊരു യെല്ലോയിഷ് ടോണിലുള്ള ഒരു ഫോട്ടോസാണ് വരിക. അത് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി അത് ചൂസ് ചെയ്യാം. വീഡിയോ ക്വാളിറ്റിയും അത്യാവശ്യം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കൊടുക്കുന്ന ഒരു ബ്രാൻഡ് തന്നെയാണ്. അതുപോലെ തന്നെ ഈ ഒരു ഫോൺ തന്നെയാണ് നമ്മുടെ നത്തിങ്ങിൻ്റെ 4A എന്ന് പറയുന്ന ഫോൺ. 4A Pro എന്ന് പറയുമ്പോൾ നല്ല ഫോണാണ്, പക്ഷേ അത് നമ്മുടെ ബഡ്ജറ്റിന് പുറത്ത് ചാടിയാലാണ് അതുകൂടെ പറയാത്തത്. പിന്നെ ചിപ്സെറ്റ് നോക്കുമ്പോൾ സ്നാപ്ഡ്രാഗൻ്റെ 7S Gen 4 വരുന്നുണ്ട്. കുഴപ്പമില്ലാത്ത ചിപ്സെറ്റാണ്. UFS 4.0 സപ്പോർട്ട് വരുന്നുണ്ട്. ബട്ട് ബാറ്ററി ഷോക്കാണ്. 5000 mAh ബാറ്ററി ഉള്ളൂ. 50 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടേ ഉള്ളൂ. IP64 റേറ്റിംഗേ ഉള്ളൂ. ആ കാര്യത്തിലൊക്കെ ഈ ഒരു ഫോൺ വീക്കാണ്. ബട്ട് ക്യാമറ സൈഡ് ഓക്കെയാണ്, വലിയ കുഴപ്പമില്ല. രണ്ടാമതായിട്ട് പറയാനുള്ള ക്യാമറ ഫോൺ നമ്മുടെ നത്തിങ്ങിൻ്റെ തന്നെ 3A Pro ആണ്. ഈ ഒരു ഫോണിൻ്റെ കാര്യം പറയുമ്പോൾ ക്യാമറ മാത്രമല്ല ലുക്കും അത്യാവശ്യമുള്ള ഒരു ഫോണാണ്. എല്ലാം യൂണീക്കാണ്. സോഫ്റ്റ്വെയറും യൂണീക്കാണ്, ലുക്കും യൂണീക്കാണ്, ക്യാമറ പെർഫോമൻസ് കിട്ടുന്നുണ്ട്. ക്യാമറ നോക്കുമ്പോൾ അവിടെ നമുക്ക് 50 മെഗാ പിക്സലിൻ്റെ മെയിൻ ക്യാമറ, 50 മെഗാ പിക്സലിൻ്റെ ടെലിഫോട്ടോ ലെൻസ്, 8 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡ്. അവിടെയും 8 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡ് ഉള്ളൂ. വൈഡ് ഫോട്ടോസ് വളരെ ചോകമായിരിക്കും. ഇനി പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ സ്നാപ്ഡ്രാഗൻ്റെ 7 Gen 3 വരുന്നുണ്ട്. AMOLED ഡിസ്പ്ലേ വരുന്നുണ്ട്. ബാക്കി ബാറ്ററി നോക്കുകയാണെങ്കിൽ 5000 mAh ബാറ്ററി വരുന്നുണ്ട്. ബട്ട് അവിടെയും IP64 റേറ്റിംഗേ ഉള്ളൂ. അതിലും നത്തിങ് ഷോക്കാണ്. ബട്ട് ഈ രണ്ട് ഫോണുകളും ക്യാമറ പരിപാടികൾക്ക് വേണ്ടി നിങ്ങൾക്ക് വേണമെങ്കിൽ ഓപ്റ്റ് ചെയ്യാവുന്ന ഒരു ഫോണാണ്. പിന്നെ എനിക്ക് പറയാനുള്ളത് ഈ ഒരു സെഗ്മെൻറ്റിൽ നമ്മുടെ മോട്ടോറോളയുടെ Edge 60 Pro എന്ന് പറഞ്ഞിട്ടുള്ള ഫോണാണ്. അതിൽ നമുക്ക് ടെലിഫോട്ടോ ലെൻസ് വരുന്നുണ്ട്. 50 മെഗാ പിക്സലിൻ്റെ സോണിയുടെ മെയിൻ സെൻസർ, 50 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡ് ഉണ്ട്. സോ അൾട്രാ വൈഡ് ഫോട്ടോഗ്രാഫിക്ക് അടിപൊളിയാണ്. ഞാൻ സാമ്പിൾസ് കണ്ട സമയത്ത് സൂപ്പറായിരുന്നു. സോ 50 മെഗാ പിക്സലിൻ്റെ സോണിയുടെ മെയിൻ ക്യാമറ, 50 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡ്, 10 മെഗാ പിക്സലിൻ്റെ ടെലിഫോട്ടോ ലെൻസ് ഒക്കെ ഉള്ള അത്യാവശ്യം നല്ല ക്യാമറ പരിപാടികൾക്ക് എടുക്കാൻ പറ്റുന്ന ഒരു ഫോൺ തന്നെയാണിത്. വീഡിയോഗ്രാഫി അത്രയാണ് പ്രിഫർ ചെയ്യില്ല. അതുപോലെ തന്നെ നാച്ചുറൽ ടോണിലുള്ള പ്യുവർ നാച്ചുറൽ ടോണിലുള്ള ഫോട്ടോസാണ് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അത് ഇഷ്ടമാണെങ്കിൽ അത് നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്യാവുന്നതാണ്. ബട്ട് ഈ ഫോണിന് കുറച്ചുകൂടി പ്ലസ് പോയിന്റ്സ് ഉണ്ട് കമ്പയർഡ് ടു നമ്മുടെ നത്തിങ് 3A. ഇതിന് വരുന്ന ചിപ്സെറ്റ് നമ്മുടെ ഡയമണ്ട്സിയുടെ 8350 എക്സ്ട്രീം എന്ന് പറഞ്ഞ ചിപ്സെറ്റാണ്. നമ്മുടെ സ്നാപ്ഡ്രാഗൺ 7S Gen 4 പെർഫോമൻസ് ഉള്ള ചിപ്സെറ്റ് തന്നെയാണ്. UFS 4.0 സപ്പോർട്ട് വരുന്നുണ്ട്. 6000 mAh ബാറ്ററി വരുന്നുണ്ട്. 90 വാട്ടിൻ്റെ PD ചാർജർ നമുക്ക് ബോക്സിൽ വരുന്നുണ്ട്. മോട്ടോറോളയുടെ Edge 60 Pro ആണ് എടുക്കണമെന്നുണ്ടെങ്കിൽ 90 വാട്ടിൻ്റെ PD ചാർജർ നമുക്ക് ബോക്സിൽ അവൈലബിൾ ആയിരിക്കും. റേറ്റിംഗ് നോക്കുമ്പോൾ IP69 റേറ്റിംഗ് ഉണ്ട്. ഓക്കെ. പിന്നെ 15 വാട്ടിൻ്റെ വയർലെസ് ചാർജിങ് സപ്പോർട്ടും ഈ ഒരു ഫോണിൽ വരുന്നുണ്ട്. ഓഫർ എല്ലാം കഴിച്ചിട്ട് കറക്റ്റ് 30 റുപ്പീസിന് ഈ ഒരു ഫോൺ എടുക്കാം. 30Kക്ക് ഈ ഒരു ഫോൺ എടുക്കാമെന്നാണ് പറയുന്നത്. സോ എന്തുകൊണ്ടും ഈ 3 ഫോൺ കമ്പയർ ചെയ്ത സമയത്ത് അതിൽ ഒരു ബെസ്റ്റ് ക്യാമറ പ്ലസ് ബാക്കി കാര്യങ്ങൾ കൂടി ബാലൻസ് ആയിട്ട് നിൽക്കുന്നത് നമ്മുടെ മോട്ടോറോളയുടെ Edge 60 Pro തന്നെയാണ്. സോ ആ ഒരു ബ്രാൻഡ് ഇഷ്ടമാണ്. നാച്ചുറൽ ടോൺ ഫോട്ടോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി അത് ചെക്കൗട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ കണക്കുകൂട്ടലിൽ വലിയ കുഴപ്പമില്ലാത്ത ക്യാമറ ഫോൺസ്. നിങ്ങൾക്ക് ഏതെങ്കിലും ഫോൺസ് ഞാൻ നേരത്തെ പറഞ്ഞ പെർഫോമൻസിലാണെങ്കിലും ക്യാമറയിലാണെങ്കിലും നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ പ്രശ്നങ്ങളും അതിൻ്റെ പോസിറ്റീവ് സൈഡ്സ് ഞാൻ എന്തായാലും വന്ന് കമൻറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇനി നമുക്ക് നോക്കാനുള്ളത് അടുത്ത സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ നത്തിങ് 4A അല്ലെങ്കിൽ നത്തിങ് ഫോണുകൾ തന്നെയാണ്. സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് എനിക്ക് കുറച്ചുകൂടി നന്നായിട്ട് തോന്നി. ക്ലീൻ OS ആണ്, Android 16 ബേസ്ഡ് ആണ്, അത്യാവശ്യം നല്ല കാര്യങ്ങളും വരുന്നത്. ബ്രോഡ്വേഴ്സും കാര്യങ്ങളൊന്നും ഇല്ല. സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ് നോക്കുമ്പോൾ 3 ഇയറിൻ്റെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സും 6 ഇയറിൻ്റെ OS സെക്യൂരിറ്റി അപ്ഡേറ്റ്സും ഒക്കെ കിട്ടുന്നുണ്ട്. പക്ഷേ ഈ നത്തിങ്ങിൻ്റെ ഫോണിൽ ചാർജർ ഇല്ലാത്തത് ഒരു മോശം പരിപാടിയായി. എന്തൊക്കെ പറഞ്ഞാലും ഈ ഫോണുകളൊക്കെ നിങ്ങൾ മേടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി നാളെ മേടിക്കാൻ പറ്റുമെങ്കിൽ നാളെ മേടിച്ചോ. ഇന്ന് 30,000 ആണെങ്കിൽ നാളെ 35,000 ആണ്. ഉള്ള കാര്യം ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ടില്ല. ഇന്ന് 30,000 ആണെങ്കിൽ നാളെ 35,000 ആണ്. നമ്മുടെ ഒരു ഫ്രണ്ട് അബി, അവൻ 2 TBയുടെ നോർമൽ SSD വാങ്ങിക്കാൻ പോയപ്പോൾ അപ്രോക്സിമേറ്റ്ലി 10K ആണ് അതിനിപ്പോൾ പ്രൈസ് പറഞ്ഞത്. 10K എബോവ് ആണ് അതിന് പ്രൈസ് പറയുന്നത്. 2 TBയുടെ നോർമൽ നമുക്ക് ഏകദേശം ഒരു 5,000 രൂപ 1,500 രൂപ കിട്ടാൻ പോകുന്ന ആ സാധനം ആ ഒരു റേഞ്ചിലേക്കാണ് വന്നത്. അതായത് എന്താ പറയുക, ഡിജിറ്റൽ സാധനങ്ങളൊക്കെ കോമ്പോണൻസിൻ്റെ ഒക്കെ പ്രൈസ് ഇങ്ങനെ കുത്തനെ പൊങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ യുദ്ധത്തിൻ്റെ എഫക്റ്റും ചെറുതായിട്ട് അതിലുണ്ട്. പിന്നെ നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്യാവുന്ന ഒരു ഓവറോൾ ഫോണ്, അപ്കമിങ് ഫോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കറൻറ്റ്ലി വന്നിട്ടില്ല, നമ്മുടെ നോഡ് C6 എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫോൺ വരാൻ പോകുന്നുണ്ട്. അത് ഒരു പക്ഷേ നമ്മുടെ ഈ ഒരു ബഡ്ജറ്റിലാവാൻ ചാൻസ് ഉണ്ട്. മേ ബി ഈ ഒരു വീഡിയോ നിങ്ങളിപ്പോൾ കാണുമ്പോൾ ഈ ഒരു ഫോൺ ഓൾറെഡി ഇറങ്ങിയിട്ടുണ്ടായിരിക്കും. അതിൻ്റെ പ്രൈസ് റേഞ്ച് ഈ റേഞ്ചാണെന്ന് വിചാരിക്കുന്നു. അതിൽ നമുക്ക് സ്നാപ്ഡ്രാഗൻ്റെ 7 Gen 4 എന്ന് പറഞ്ഞൊരു ചിപ്സെറ്റാണ് വരുന്നത്. 8000 mAh ബാറ്ററി വരുന്നുണ്ട്. ചാർജർ ബോക്സിലുണ്ടായിരിക്കും. 140 Hz റിഫ്രഷ് റേറ്റുള്ള ഡിസ്പ്ലേ ഒക്കെ വരുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്കൗട്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ
ഒരു ബെസ്റ്റ് ഓവറോൾ ഫോൺ എന്ന് പറയാൻ പറ്റുന്ന ഒരു ഫോൺ തന്നെയാണ് നമ്മുടെ. ഞാൻ ഇടയിൽ നിന്ന് എടുത്ത് പറയണമെന്ന് വെച്ചാൽ ഇതിന് പ്രത്യേകിച്ച് അങ്ങനെ ബാറ്ററിക്കോ അല്ലെങ്കിൽ ക്യാമറയ്ക്കോ ഇങ്ങനെ പോയിന്റ് ചെയ്ത് പറയാൻ പറ്റാത്ത ഒരു സെഗ്മെന്റ് ഫ്രീ ആയിട്ട് നിൽക്കുന്ന ഒരാളാണ് OnePlusന്റെ Nord 5 എന്ന് പറയുന്ന ഫോണ്. അത് വലിയ കുഴപ്പമില്ലാത്ത ചിപ്സെറ്റും വലിയ കുഴപ്പമില്ലാത്ത ബാറ്ററിയും വലിയ കുഴപ്പമില്ലാത്ത ഡിസ്പ്ലേയും വലിയ കുഴപ്പമില്ലാത്ത ഓഡിയോ ക്വാളിറ്റി ഒക്കെ ഉള്ള ഒരു ഫോണാണ്. അതും നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്യാം. നമ്മുടെ OnePlusന്റെ Nord 5 എന്ന് പറയുന്നത് നമ്മുടെ സ്പെഷ്യലി ഒരു കാറ്റഗറിക്ക് അവനെ പിടിച്ചിടാൻ പറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനത്തെ ഒരു ഫോണായിട്ട് നമുക്ക് വേണമെങ്കിൽ നമുക്ക് ബാറ്ററി കാറ്റഗറിക്ക് വേണമെങ്കിൽ കേട്ടോ. കാരണം ബാറ്ററി ഏകദേശം 7000 mAh ബാറ്ററി കൊണ്ട് വരുന്നുണ്ട്, 7300 mAh ബാറ്ററി വരുന്നുണ്ട്. വേണമെങ്കിൽ ബാറ്ററി സെഗ്മെൻറ്റ് ഇടാം. എന്നാലും Nord 5 ഞാൻ ആൾക്കാർക്ക് റെക്കമെൻഡ് ചെയ്യാറുള്ള ഒരു ഫോൺ തന്നെയാണ് Nord 5. ഇനി നമുക്ക് മെയിൻലി ബാറ്ററി സൈഡിൽ നിന്നുള്ള കിഡിലൻ ഫോണുകൾ ഏതൊക്കെയെന്ന് നോക്കാം. ബാറ്ററി സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങളെല്ലാവരും മനസ്സിൽ വരുന്ന ആ ഒരു 10000 mAh കിങ് തന്നെയാണ് ഞാനും പറയാൻ പോകുന്നത്. നമ്മുടെ റിയൽമിയുടെ P4 പവർ എന്ന് പറയുന്ന ഫോൺ തന്നെയാണ് ബാറ്ററി സൈഡിൽ നിന്ന് കിങ്. അണ്ടർ 30 അല്ലെങ്കിൽ 30K പ്രൈസിൽ ഏറ്റവും ബെസ്റ്റ് ബാറ്ററി വേണമെന്നുള്ളത് മാത്രമാണ് നിങ്ങളുടെ ലക്ഷ്യമെന്നുണ്ടെങ്കിൽ ഇടി വെട്ടുന്നുള്ളത്. മഴ പെയ്യാൻ പോകുന്നുണ്ടോ? നല്ല വേനൽ സമയമാണ്. ഒരു മഴ കെട്ടിക്കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. അപ്പം ഞാൻ പറഞ്ഞു വന്നത് P4 പവർ എന്ന് പറയുന്ന ഫോണ് 10000 mAh ആണ് വരുന്നത്. അതിൽ ചിപ്സെറ്റ് നോക്കുകയാണെങ്കിൽ ഡയമണ്ട്സിറ്റിയുടെ 7400 അൾട്ര 6.8 ഇഞ്ചിൻ്റെ AMOLED ഡിസ്പ്ലേ, 50 മെഗാപിക്സലിൻ്റെ മെയിൻ ക്യാമറ, 8 മെഗാപിക്സൽ അൾട്രാ വൈഡ്, 16 മെഗാപിക്സലിൻ്റെ സെൽഫി ക്യാമറ ഒക്കെയുള്ള ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള എന്നാൽ ബാറ്ററിക്ക് നല്ല ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള നല്ലൊരു ഫോണാണ് റിയൽമിയുടെ P4 പവർ എന്നുള്ള ഫോൺ. നിങ്ങൾക്ക് അത് ചെക്കൗട്ട് ചെയ്യാവുന്നതാണ്. രണ്ടാമതായിട്ട് ഹ്യൂജ് ബാറ്ററി വരുന്ന മറ്റൊരു ഫോണാണ് നമ്മുടെ വിവോയുടെ T5 Pro എന്ന് പറഞ്ഞിട്ടുള്ള ഫോണ്. ആ ഒരു ഫോൺ നമുക്ക് ഏകദേശം 9020 mAh ബാറ്ററി വരുന്നുണ്ട്. 90 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് വരുന്നുണ്ട്. നേരത്തെ 80 വാട്ടിൻ്റെ ചാർജർ ഉണ്ടാവുള്ളൂ, പക്ഷേ ഇതിൽ 90 വാട്ടിൻ്റെ ചാർജിങ് വരുന്നുണ്ട്. സ്നാപ്ഡ്രാഗൻ്റെ 7S Gen 4 ആണ് വരുന്നത്. 6.83 ഇഞ്ചിൻ്റെ AMOLED 1.5K റെസൊല്യൂഷനിലെ AMOLED വരുന്നുണ്ട്. സിംഗിൾ ക്യാമറയാണ് 50 മെഗാപിക്സലിൻ്റെ ഫ്രണ്ട് ക്യാമറ, 23 മെഗാപിക്സലിൻ്റെ ഫ്രണ്ട് ക്യാമറ വരുന്നുണ്ട്. അപ്പോൾ ഈ റിയൽമി P4 പവർ എടുക്കണോ വിവോൻ്റെ T4 Pro എടുക്കണോ എന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും ഡെഫിനറ്റ്ലി വിവോയുടെ T4 Pro എടുക്കാം. കാരണം വെച്ചാൽ അതിൽ പല യൂട്യൂബ് വീഡിയോസിലും ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് 10000 mAh അതിനുണ്ടെങ്കിലും 9020 mAh ഉള്ള ഈ ഒരു ഫോണിനാണ് കൂടുതൽ ബാറ്ററി ബാക്കപ്പ് കിട്ടുന്നത്. സോ നിങ്ങൾക്ക് രണ്ടും വെച്ച് നോക്കുമ്പോൾ വിവോ T5 Pro എടുക്കായിരിക്കും ബെറ്റർ എന്നാണ് എൻ്റെ ഒരു കേസ്. പിന്നെ ഡിസൈനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ തന്നെ പ്രിഫറൻസ് ആണ്, ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാന്നുള്ളത് ചെക്ക് ചെയ്യാം. രണ്ടായാലും കുഴപ്പമില്ല. പിന്നെ നമുക്ക് നല്ല ബാറ്ററി ഫോണുകൾ നോക്കുകയാണെങ്കിൽ മോട്ടോയുടെ Edge 70 Fusion എന്ന് പറഞ്ഞിട്ടുള്ള ഫോൺ നോക്കാം. സ്നാപ്ഡ്രാഗൻ്റെ 7S Gen 4 വരുന്ന ഒരു ചിപ്സെറ്റ് വരുന്ന ഫോണാണ്. അതിന് 7000 mAh ബാറ്ററി വരുന്നുണ്ട്. 50 മെഗാപിക്സലിൻ്റെ മെയിൻ ക്യാമറ, 13 മെഗാപിക്സലിൻ്റെ അൾട്രാ വൈഡ്, 32 മെഗാപിക്സലിൻ്റെ സെൽഫി ക്യാമറ. നാലാമതായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ അതായത് ആ ഒരു ഇടയിൽ പറഞ്ഞൊരു ഫേവറേറ്റ് ഫോണില്ലേ, അത് നമുക്ക് വേണമെങ്കിൽ ഈ കാറ്റഗറി ഇടാം. Nord 5 OnePlus Nord 5. അതിന് ഡയമണ്ട്സിറ്റിയുടെ 8350 എന്ന് പറഞ്ഞിട്ടുള്ള നല്ലൊരു പെർഫോമൻസ് ചിപ്സെറ്റ് വരുന്നുണ്ട്. ബാറ്ററി നോക്കുകയാണെങ്കിൽ 7300 mAh ബാറ്ററി വരുന്നുണ്ട്. 50 മെഗാപിക്സലിൻ്റെ ക്യാമറ, സിംഗിൾ ക്യാമറയാണ് മെയിനായിട്ട് വരുന്നുള്ളൂ. പിന്നെ 80 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്, നല്ല AMOLED ഡിസ്പ്ലേ. ഡിസൈൻ പക്ഷേ ഭയങ്കര സാധാരണ ഡിസൈനാണ്. ഇത്രയും ഫോണുകളാണ് നമുക്ക് ബാറ്ററി സൈഡ് എന്ന് പറയാനുള്ളത്. പിന്നെ നമുക്ക് സാംസങ്ങിൻ്റെ ഫോൺ എടുക്കുള്ളൂ എന്ന് നിങ്ങൾക്ക് വാശിയുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാംസങ്ങിൻ്റെ A36ഉം M56ഉം വേണമെങ്കിൽ ട്രൈ ഔട്ട് ചെയ്യാം, ചെക്കൗട്ട് ചെയ്യാം, അത്രേ ഉള്ളൂ. സോ ഇതൊക്കെയാണ് ഗൈസ് എൻ്റെ ഫോണ്. ഇത്രയേ ഉള്ളൂ, എൻ്റെ ബുദ്ധി ഇത്രയേ ഉള്ളൂ. ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. സോ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു 30,000 രൂപയുടെ റേഞ്ചുള്ള ഫോണ്. ഇനി ഇതിൽ ഏതാണ് എൻ്റെ ഫേവറേറ്റ് ഫോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര കൺഫ്യൂസിങ് ആയിരിക്കും. കാരണം ഒന്ന് ഡിസൈൻ അടിപൊളിയാണെങ്കിൽ ഒന്ന് ക്യാമറ പോക്കായിരിക്കും, ഒന്ന് ക്യാമറ നല്ലതാണെങ്കിൽ ബാറ്ററി പോക്കായിരിക്കും, ഒന്ന് ബാറ്ററി പോക്കാണെങ്കിൽ പെർഫോമൻസ് പോക്കായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ പ്രിഫറൻസ് തന്നെ ആയിരിക്കും. എൻ്റെ പ്രിഫറൻസ് പറഞ്ഞാൽ ഞാൻ ഒരു വ്ളോഗർ ആയതുകൊണ്ട് ഞാൻ എപ്പോഴും വീഡിയോഗ്രാഫിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതുകൊണ്ട് മാത്രം ഞാൻ ഐഫോൺ കൊണ്ടുകൊടുക്കുന്ന ഒരാളാണ്. അതർവൈസ് ഞാൻ വിവോ X300 അൾട്ര അല്ലെങ്കിൽ വിവോ X300 Pro ഒക്കെ എടുക്കാനായിട്ട് ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരാളാണ്. ബട്ട് വീഡിയോഗ്രാഫിക്ക് എപ്പോഴും ഇതാണ്. അപ്പോൾ എൻ്റെ പ്രിഫറൻസ് ഇതായതുകൊണ്ട് തന്നെ എനിക്ക് പല ആഗ്രഹങ്ങളുണ്ടെങ്കിൽ പോലും ഞാൻ ഈ ഒരു ഫോൺ എടുക്കുക. ഇതുപോലെ നിങ്ങൾക്ക് ക്യാമറയാണ് ഇമ്പോർട്ടൻസ് എന്നുണ്ടെങ്കിൽ ക്യാമറയിലേക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കുക. ബാറ്ററിയാണ്, നിങ്ങൾക്ക് ട്രാവൽ ചെയ്യുന്ന ആളാണ്, നിങ്ങൾക്ക് സെയിൽസിന് പോകുന്ന ആളാണെങ്കിൽ, നിങ്ങൾ സ്വിഗ്ഗി ഓടുന്ന ആളാണെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനത്തെ ഡെയിലി ഫുൾ ടൈം ഫോൺ ഉപയോഗിക്കുന്ന ഒരാളാണ്, അങ്ങനത്തെ ആൾക്കാർക്കാണെങ്കിൽ ബാറ്ററി ആയിരിക്കും കൂടുതൽ ഇമ്പോർട്ടൻസ് വേണ്ടി വരിക. അപ്പോൾ അവർ അങ്ങനെ ആ ഒരു ടൈപ്പിലേക്ക് പോകാം. നിങ്ങൾ ഗെയിമിങ് മതി, ക്യാമറ വല്ലപ്പോഴും എടുക്കുള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗെയിമിലേക്ക് പോകാം. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. സോ ടോട്ടൽ ഫോണുകളുടെ ലിസ്റ്റ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും ഇത് ചെക്കൗട്ട് ചെയ്യാം. ഇതിൻ്റെ പ്രൈസിങ്ങിൻ്റെ കാര്യത്തിൽ എനിക്കൊരു ഗ്യാരണ്ടി ഇല്ല. ഇന്ന് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്താൽ അല്ലെങ്കിൽ നാളെ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്താൽ മറ്റന്നാൾ ഇപ്പോൾ ഈ ഫോണിന് 30,000 രൂപയുള്ള ഈ ഒരു ഫോണിന് ചിലപ്പോൾ 35,000 ആവും. ചില ഫോണുകളൊക്കെ ചിലപ്പോൾ 32,000 ആയിരിക്കും നിൽക്കുന്നുണ്ടായിരിക്കും. അത് ഞാൻ കാർഡ് ഓഫറൊക്കെ വെച്ചിട്ടാണ് ഈ ഒരു 30,000 സെഗ്മെൻറ്റിലേക്ക് കൊണ്ടുവന്നത്. എന്തായാലും ഇത് ഞാൻ മാത്രമല്ല, ഞാൻ ഒരുപാട് വീഡിയോസ് റെഫർ ചെയ്തിട്ട് കൂടി കൊണ്ടാണ് ഞാൻ ഈ ഒരു ഇടിവെട്ടി തരാൻ വേണ്ടി കുറേ വീഡിയോസ് കൂടി റെഫർ ചെയ്തിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. ഇപ്പോൾ രാത്രി 2 മണിയാണ് സമയം. എനിക്ക് ഈ ഒരു സമയത്താണ് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതിൻ്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ
എൻ്റെ വീട് നിൽക്കുന്നത് ഏകദേശം ഒരു റോഡിൻ്റെ സൈഡിലാണ്. അപ്പോൾ ഡേ ടൈമിൽ നമ്മൾ വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റോഡിലൂടെ പോകുന്ന വണ്ടികൾ ഇങ്ങനെ ഹോൺ അടിച്ചിട്ട് നമുക്കൊരു ഡിസ്റ്റർബൻസ് ആയിരിക്കും. അതുകൊണ്ട് ഈ ഒരു സമയത്താണ് എടുക്കുന്നത്. അപ്പോൾ വീട്ടിലെല്ലാവരും സ്ലീപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിങ്ങനെ വീഡിയോ എടുത്ത് ചില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇങ്ങനെ എടുത്തിട്ട് നമുക്ക് ആ ഒരു ഡെയിലി റൂട്ടീൻ 2 മണിയായി. എന്തായാലും ഉറക്കം കളയാൻ നല്ല കാര്യമില്ലെന്ന് എനിക്കറിയാം. പക്ഷേ ഞാനൊന്ന് എൻ്റെ ഡ്യൂട്ടി ടൈം കഴിഞ്ഞ് വന്നിട്ട് കുറച്ചേരം കിടന്നുറങ്ങിയ കാരണം എനിക്കിപ്പോൾ കുഴപ്പമില്ല. അപ്പോൾ ഇത്ര പറയുള്ളൂ ഗൈസ്. അപ്പോൾ എന്തായാലും ഞാൻ സൈലൻ്റായിട്ട് കിട്ടുന്ന സമയത്ത് ഇടി വന്നിട്ട് എന്നെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ പറഞ്ഞ് ബോറടിപ്പിച്ചെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് കാര്യങ്ങൾ മനസ്സിലായിരിക്കുന്നു. ഇനി നിങ്ങൾക്ക് ഈ പറഞ്ഞാൽ ഏതാണ് ഫേവറേറ്റ് ഫോൺ എന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഈ പറഞ്ഞാൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ വഴി എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇൻസ്റ്റാഗ്രാം ബ്ലോക്ക് ചെയ്യാത്ത എല്ലാ മെസ്സേജിനും ഞാൻ റിപ്ലൈ തരാറുണ്ട്. ഇന്നലെ വരെ എൻ്റെ ഇൻബോക്സ് ക്ലിയർ ആണ് മെസ്സേജ് റിപ്ലൈ കൊടുത്തതിന് ശേഷം. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാതിരിക്കും. ബൈ. ജിനോ ടെക് വ്ലോഗ്സ്. ബൈ.